ഹലോ ഫ്രണ്ട്സ്, അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സീക്രട്ട് ഏജന്റ്, അതായത് നമ്മുടെ സായി കൃഷ്ണ, നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ മൂവിക്ക് വളരെ വളരെയധികം നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ്. അതായത് ആദ്യത്തെ വീഡിയോയുടെ താഴെ ഇതിന്റെ രണ്ടാം ഭാഗം എന്തായാലും ഇറക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ, അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ റിവ്യൂവിന്റെ ഒരു റിവ്യൂ എന്ന് അങ്ങനെ തന്നെ പറയാം. അതായത് നമുക്കൊക്കെ അറിയാം, ഉണ്ണി മുകുന്ദനും നമ്മുടെ സായി കൃഷ്ണയും തമ്മിലുള്ള അവർ തമ്മിലുള്ള ഒരു ശത്രുത. പക്ഷേ നമ്മൾ സീക്രട്ട് ഏജന്റിനെ ഇതുവരെ കണ്ടത് അയാളുടെ അഭിപ്രായം പറയുന്നു, നല്ലത് നല്ലതെന്ന് പറയുന്നു, ഇല്ലാതെ ഇല്ല എന്ന് പറയുന്നു, അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം അയാൾ ഉണ്ണി മുകുന്ദനെ പേഴ്സണൽ ഗഡ്സ്, അതായത് ഉണ്ണി മുകുന്ദനോട് അയാൾക്കുള്ള വെറുപ്പ് അയാൾ റിവ്യൂയിലൂടെ തീർക്കുകയാണ്. അതിൽ ഗുണം കിട്ടിയോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു 10 പേരെങ്കിലും തിയേറ്ററിലേക്ക് പോകുന്നത് അയാളുടെ നെഗറ്റീവ് റിവ്യൂ കാരണം കുറവായിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും അയാളുടെ റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ പറയുന്നത്, ഈ വീഡിയോയുടെ 1ാം ഭാഗം ഞാൻ പിൻ ചെയ്ത് വെക്കാം. അത് കാണാതെ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ റിവ്യൂയിലേക്ക് കടക്കാം. നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ പകുതി ഞാൻ നിർത്തിയെടുത്തുള്ള പകുതി. അതിന്റെ ഡയലോഗൊക്കെ പക്കിയാണ്. ചില അങ്ങനത്തെ എലമെന്റുകൾ വെച്ച് നോക്കുമ്പോ ചില സാധനങ്ങൾ വളരെ ശോകം. അതായത് ചില ഡയലോഗൊക്കെ ഉണ്ണിമൂന്തം പോയിട്ട് ചില സമയത്ത് അസ്ഥാനത്ത് പറഞ്ഞതായി എനിക്ക് ഫീൽ ചെയ്തിട്ട് ചില സാധനങ്ങളൊക്കെ വളരെ ഡയലോഗ് പറഞ്ഞെന്നുള്ളത് നന്നായി വന്ന് ചില സാധനങ്ങൾ പറയുന്നത് വന്നതിന്റെ ഒരു പവർ ഒന്നും കിട്ടാത്ത പോലെ തോന്നി പല സ്ഥലത്ത്. ബൈ ദ വേ, ദിസ് ഈസ് ഉണ്ണിമൂന്തനെ ഞങ്ങൾ പേഴ്സണലി അല്ല പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഓഹോ എന്റെ പൊന്നാര സായി, നീ അങ്ങനെ പറയണ്ട. അതായത് ഞാൻ കണ്ട മൂവിയാണ്, അത്യാവശ്യം നല്ല രീതിയിലാണ് ഉണ്ണി മുകുന്ദൻ ഡയലോഗൊക്കെ ഡെലിവറി ചെയ്തത്. പക്ഷെ ഇവിടെ ജിത്തുബായും സായും പറയുന്നത് അതങ്ങ് ശോകമായി പോയി. അതായത് തീരെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് അത്ര പോരാ. അതിനുശേഷം നമ്മുടെ സായി പറയുന്നുണ്ട്, ഞാൻ ഉണ്ണി മുകുന്ദനും ഞാനുമായുള്ള പ്രശ്നത്തിന് ഇതിൽ പറയുന്നതല്ല, ഇത് കേൾക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഓരോ മലയാളം പൊന്നാര സായി, അതായത് ഇത് ബംഗാളികൾ അതുപോലെ തന്നെ ഉത്തരേന്ത്യക്കാരൊന്നുമല്ല, നമ്മള് മലയാളികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നീ പറയുന്നത് നമുക്കൊക്കെ മനസ്സിലാവും. നീ പറയുന്നത് ഉണ്ണി മുകുന്ദനോട് നിനക്കുണ്ടായിട്ടുള്ള ഒരു വെറുപ്പൊന്ന് നമുക്കൊക്കെ ഈ റിവ്യൂ കാണുമ്പോൾ അതിനുശേഷം നമുക്ക് നോക്കാം സായി പറയുന്നത്. ഇത് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉള്ള സംഗതിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സംഗതി എത്രേ ഉള്ളൂ, ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള മാസും സ്വാഗും അതിനെ ഓവറാക്കാൻ ശ്രമിച്ച് കുളിപ്പിച്ച കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസിൽ എടുത്ത് കാണുന്നത്. എന്തിനാണ് പൊന്നാര സായി നീ ബിഗ് ബോസിൽ പോയി അവിടെ നല്ല രീതിയിൽ കളിച്ച് കപ്പും കൊണ്ട് വന്നത് കൊണ്ട് എനക്കൊന്നും പറയാനില്ല. അതായത് നിനക്ക് പറയാം ഞാൻ കപ്പും കൊണ്ട് വന്നത്, ഞാൻ പിന്നെ എന്താണ് പറയുന്നത്. അപ്പോൾ നോക്കുക, എങ്ങനെ നെഗറ്റീവ് പറയണമെന്ന് സായിക്ക് നല്ല രീതിയിൽ അറിയാം. ആരെങ്കിലും പോയി കാണോ, അതായത് ഓവർ ഹൈപ്പ് കൊടുത്തു. സായി എന്ത് പറഞ്ഞത്, മറ്റേ കുളിപ്പിച്ച കുട്ടിയെ എന്തോന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് സായി, അപ്പോൾ നിനക്ക് നീയും ഉണ്ണി മുകുന്ദനുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് നീ ഒരു വീഡിയോ ഇട്ടോ. അതിന് വെറുതെ മാർക്കോയുടെ ഒരു റിവ്യൂവിന് ഇടക്ക് നീ അത് കുത്തി കേറ്റണ്ടാന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് ശേഷം നോക്കാം. അപ്പൊ സായി പറയുന്നുണ്ട് അത് ഒഴിവാക്കാം. സായി അല്ലേ ചെലവിടുന്നത്, അതായത് കണക്കില്ലാത്തത് ഒരു 50 60 കോടിയൊക്കെ ചെലവിട്ട് ഒരു മൂവി ഇറക്കുമ്പോൾ സായി പറയുന്നത്. അപ്പോൾ സായി നീ ഒരു പടം ഇറക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് പോലെ എല്ലാം ഒഴിവാക്കിയിട്ടും വേണ്ടത് വെച്ചിട്ടും വേണ്ടാത്തത് എടുത്തിട്ട് നീ ഒരു പടം ഉണ്ടാക്കുക. അതിനുശേഷം നിനക്ക് പറയാ അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ. മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ പോയി കൈയിടുന്നത് അത്ര ശരിയല്ല സായി. നോക്കാം അതിനുശേഷം സായിയുടെ സംഗതി എത്രേ ഉള്ളൂ, ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള മാസും സ്വാഗും അതിനെ ഓവറാക്കാൻ ശ്രമിച്ച് കുളിപ്പിച്ച കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസിൽ എടുത്ത് കാണുന്നത്. അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ സംഗതി. കാരണം ആ സീനുകളിലുള്ള ഡയലോഗുകൾ ഒഴിവാക്കായിരുന്നു. ചില സീനുകളിലുള്ള സൈലൻസ്, അതായത് ഒന്നുമില്ല, സൈലന്റ് ആയിട്ട് ചുമ്മാ നടക്കുക അല്ലെങ്കിൽ ചുമ്മാ ആ സാധനങ്ങൾ അത് മാസിനോ അല്ലെങ്കിൽ സ്വാഗിനോ അല്ലെങ്കിൽ ഫാൻസിന് അപ്പീലിംഗ് ആവാനോ വെക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ മാത്രമല്ല, ഞങ്ങൾക്ക് സിനിമ ആകുമ്പോൾ തന്നെ തോന്നിയൊരു സംശയം എന്താ വെച്ചാൽ, ഈ വയലൻസ് സിനിമ ആവുമ്പോൾ സ്യൂട്ടും കൊണ്ടിട്ട് മാത്രമേ എന്താണ് ജിത്തുബായി പണിയെടുത്ത് ഒരു പൈസ ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നുണ്ട്.
നിനക്കറിയാം പൊന്നാര ജിത്തുബായി, സായിയും നമ്മുടെ ഉണ്ണിമുകുന്ദനും കുറച്ചോ നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയണോ പൊന്നാര ജിത്തുബായി? ഞങ്ങളൊക്കെ കണ്ടവരാണ്, അങ്ങനെ ഒന്നുമില്ല. അതിന് ശേഷം നമുക്ക് നോക്കാം. വീട്ടിലും സൂട്ടും കോട്ടും നടക്കുമ്പോഴും സൂട്ടും. വീട്ടിൽ നടക്കുമ്പോ ഒരു ഷൂസിന്റെ ഒച്ച. ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനി പുറത്തു പോയി അകത്ത് വന്നിട്ട് ഈ ഷൂസിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്. ബിഗ് ബോസിലേക്ക് കഴിഞ്ഞ സീസണിൽ ഒരാൾ പോയിട്ടുണ്ട്, ഇങ്ങനെ ടൗസർ ഇട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ടും ഒരു പ്രാവശ്യം ഇങ്ങോട്ടും ഒക്കെ ഓടി. സൂട്ടിന്റെ കാര്യം പറയുമ്പോൾ സ്വന്തം സൂട്ടിന്റെ കാര്യം ഒന്നും ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു പൊന്നാര സായി. നോക്കാം അതിനുശേഷം സായിയുടെ ഒരു പൊന്നാര ഒരു റിവ്യൂ അല്ലോ, അതാണ്. എന്താ പറയാ, നമ്മള് വീട്ടിൽ നിൽക്കണ പോലെ ആ രൂപത്തിൽ കാണാൻ അയാളെ വീട്ടുകാർ മുഴുവൻ ചാവലൊന്നും അയാള് ഈ പറഞ്ഞ പോലെ എനിക്ക് ചില സീനിലൊക്കെ എക്സ്മാനെ പോലെ തോന്നി. അതായത് ഉള്ള മുറിവ് അപ്പൊ തന്നെ കൂടി തുടങ്ങി. ചിരിച്ചാണ് സായി പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു കോമഡിയാണ്. ഓക്കെ, സായി ഒരാൾ ഉണ്ടാക്കിയ ഒരു സിനിമയെ ഇത്ര ചിരിച്ച് നെഗറ്റീവ് പറയുമ്പോൾ സ്വന്തം അതായത് യൂട്യൂബിലെങ്ങാനും ഉണ്ടാവുമല്ലോ സായിയുടെ ഗെയിം മറ്റേ ബിഗ് ബോസിൽ, അതൊന്ന് നോക്കിയാൽ കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. ഈ മൂവി സായി പറയുന്ന ഇത്രമാത്രം നെഗറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ തന്നെ ഞാൻ ഇടില്ലായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അതായത് നല്ലൊരു അത്യാവശ്യം ഒരു നല്ല പടത്തിന്റെ റിവ്യൂ സായി കാരണം ഭയങ്കര രീതിയിൽ നെഗറ്റീവ് സായി ഒരാൾ ഇത്ര നെഗറ്റീവ് പറയുന്നുണ്ട്. അതായത് ഉണ്ണിമുകുന്ദനും സായിയുമായിട്ടുള്ള പ്രശ്നം ഒരു മൂവിയുടെ റിവ്യൂലാണ് സായി തീർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം. ചായന്റെ ഒരു ചിരി കാണണം. എന്താ പറയാ, ഇപ്പൊ ഒരു നമ്മളിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും ഇവര് എന്ത് ചെയ്തു, സാധനം വലിച്ചത് കൊണ്ടാണ്. ഇനി നമ്മൾ നോക്കൂല ഈ സാധനങ്ങളെ ടപ്പ് 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 തീർത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ സിനിമ കണ്ടവരാണ്. അപ്പൊ എനക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇത് കാണുന്ന ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ? നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ ഒരു കമന്റ് ചെയ്യുക. പക്ഷെ അങ്ങനെ തീർക്കാതെ നമ്മളൊരു എക്സ്ട്രാ സാധനത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു കുറച്ച് കൂടുതൽ വയലൻസിന് വേണ്ടിയിട്ട് ചില സീനുകളും ചില പോർഷൻസും ഒന്ന് വലിയുമ്പോൾ നമ്മളെ ശ്രദ്ധ ഇങ്ങോട്ട് പോകും. ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് എലമെന്റ്സിലേക്ക് പോകും. അത്രേ ഉള്ളൂ. അത് ആ ഉണ്ണിമുകുന്ദന്റെ കുഴപ്പമാണോ മിസ്റ്റർ? അത് കാണുന്നവന്റെ കുഴപ്പമില്ല, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. പരിപാടി ഇല്ലാതെ വീട്ടുകാരെ കൊന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ചിരിയും തമാശയും ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇതൊരു ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള പ്രശ്നം മാത്രമാണ് സായി ഈ വീഡിയോയിൽ ഉടനീളം സായി ഉദ്ദേശിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏതായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതായത് ഞാൻ ഒരു കാര്യം പറയാം. സീക്രട്ട് ഏജന്റ് അതായത് സായി കൃഷ്ണ ഉണ്ണിമുകുന്ദനോടുള്ള ഒരു വൈരാഗ്യം ഇതിൽ തീർത്തു. മറ്റേ നമ്മുടെ സായി കൃഷ്ണക്ക് ഈ അടുത്തായിട്ട് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ പറയും എനിക്ക് വലിയ വ്യൂസ് ഉണ്ടോ? അപ്പൊ ഞാൻ പുതിയ ആളാണ്, അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു 10 വ്യൂസ് എങ്കിലും അത് മതി. അതായത് സ്റ്റാർട്ടിംഗ് ആണ്, എൻ്റെ 4, 5, 55 വീഡിയോസ് ആണ്. അപ്പൊ നോക്കുക, ഒന്നും കൂടി സായി കുഷാറായി ഒരു മില്യനോ അല്ലെങ്കിൽ അങ്ങനെയാണ് സായിയുടെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ സായിക്ക് ഉറപ്പായിട്ടും അറിയും ഞാൻ ഈ മാർക്കോ മൂവി എന്തായാലും നെഗറ്റീവ് പറയാം. നെഗറ്റീവ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഞാൻ ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് വ്യൂസ് കിട്ടും. ഈ അടുത്തായിട്ട് നമുക്ക് സായിയുടെ ക്യാരക്ടർ നമുക്കൊക്കെ അറിയാം. വളരെ വളരെ ശോകമാണ് സായിയുടെ. മുമ്പത്തെ സായി അല്ല. ഞാനും സായിയുടെ ഒരു ഫാനായിരുന്നു. സായി ബിഗ് ബോസിലേക്ക് മുമ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട ഒരാളായിരുന്നു. പക്ഷെ സായി തന്നെ വെറുപ്പിച്ചു. അതായത് അയാൾക്ക് മുമ്പത്തെ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ ബിഗ് ബോസ് പോയി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതാക്കുക. അപ്പോൾ മിസ്റ്റർ സായി, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മൂവി റിവ്യൂ വെച്ച് നിങ്ങളുടെ അതായത് പേഴ്സണൽ നിങ്ങളുടെ മൂവിയുടെ റിവ്യൂയുടെ പേര് കൊണ്ട് നിങ്ങൾ വൈരാഗ്യം അതിൽ തീർക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.